നമസ്കാരം. പ്രധാന വാർത്തകൾ. അന്ധവിശ്വാസങ്ങളെ ശാസ്ത്രത്തിനുമേൽ പ്രതിഷ്ഠിക്കാനുള്ള ബോധപൂർവ ശ്രമമാണ് ഇന്ന് രാജ്യത്ത് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് തൃശൂർ വെള്ളാനിക്കര കാർഷിക സർവകലാശാല ആസ്ഥാനത്ത് തുടക്കം. മുഖ്യമന്ത്രി ശാസ്ത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തത് ഡിജിറ്റൽ വിളക്ക് തെളിയിച്ചു. ജനങ്ങൾക്ക് പ്രതീക്ഷയുടെ കണിക പോലും നൽകാത്തതാണ് സംസ്ഥാന ബജറ്റെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. ബജറ്റിന്റെ പ്രസക്തി തന്നെ ഇടതു സർക്കാർ നഷ്ടപ്പെടുത്തി. ഓങ്ങല്ലൂരിൽ കോൺഗ്രസ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ VK ഇമ്പിച്ചി മുഹമ്മദ് അനുസ്മരണം. എയ്ഡഡ് സ്കൂൾ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഷൊർണൂർ ആറാണിയിൽ. ഒറ്റപ്പാലത്തെ പ്രീ പ്രൈമറി അധ്യാപകരുടെ ജില്ലാ കലോത്സവം. രാഗമാലിക സംഘടിപ്പിച്ചത് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് അസോസിയേഷൻ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. ട്രെയിനിൽ 8.5 കിലോ കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. വല്ലപ്പുഴയിൽ വീട്ടമ്മയുടെ സ്വർണ്ണമാല മോഷ്ടിച്ച കേസിലെ പ്രതി പട്ടാമ്പി പോലീസിന്റെ പിടിയിൽ. മുതുതല പറക്കോട് MDMAയുമായി ഒരാൾ അറസ്റ്റ്. കേരളത്തിൽ ബ്ലേഡ് മാഫിയ വീണ്ടും പിടിമുറുക്കുകയാണെന്ന് ജനകീയ ഐക്യവേദി. ഏറ്റവും കൂടുതൽ ഇരകൾ പാലക്കാട് ജില്ലയിൽ. പാലക്കാട്ട് ജനകീയ ഐക്യവേദി കൺവെൻഷൻ. കൊള്ളപ്പലിശ സംഘങ്ങളെ അമർച്ച ചെയ്യാൻ നടപടി വേണമെന്ന് സംഘടനാ ഭാരവാഹികൾ. പട്ടാമ്പി നേർച്ചയ്ക്ക് വിപുലമായ ഒരുക്കങ്ങൾ. നഗരത്തിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ. ഞായറാഴ്ച പട്ടാമ്പിയിൽ ഗതാഗത നിയന്ത്രണം. നഗരപ്രദേശം CCTV നിരീക്ഷണത്തിൽ. വിവിധ ഉപകമ്മിറ്റികളുടെ ആഘോഷ പരിപാടികൾ തുടങ്ങി. വാർത്തകൾ വിശദമായി. 37ാം കേരള ശാസ്ത്ര കോൺഗ്രസിന് തൃശൂർ വെള്ളാനിക്കര കാർഷിക സർവകലാശാല ആസ്ഥാനത്ത് തുടക്കമായി. ഡിജിറ്റൽ വിളക്ക് തെളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശാസ്ത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ശാസ്ത്ര സാങ്കേതിക പുരോഗതിക്ക് വലിയ സംഭാവന നൽകുന്ന സുപ്രധാന പരിപാടിയാണ് ശാസ്ത്ര കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ശാസ്ത്രവും അന്ധവിശ്വാസവും തമ്മിലുള്ള വേർതിരിവ് ഇല്ലാതാക്കി അന്ധവിശ്വാസങ്ങളെ ശാസ്ത്രത്തിനുമേൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഇക്കാലത്ത് അതിനെതിരെ ശാസ്ത്രത്തിലൂന്നിയ ചെറുത്തുനിൽപ്പ് നടത്തുന്നുവെന്നതാണ് സയൻസ് കോൺഗ്രസിന്റെ വലിയ പ്രാധാന്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നാടിന്റെ പുരോഗതിക്ക് വേണ്ട സംഭാവനകൾ കൊണ്ട് മാത്രമല്ല, രാജ്യത്തിനാകെ മാതൃകയാകുന്ന ചർച്ചകൾ കൊണ്ടും ശാസ്ത്ര കോൺഗ്രസ് ശ്രദ്ധേയമാണ്. ശാസ്ത്രവും അന്ധവിശ്വാസവും തമ്മിലുള്ള അതിർവരമ്പുകൾ ഇല്ലാതാകുന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഒരു IITയുടെ ഡയറക്ടർ നടത്തിയ പ്രസംഗം. സയൻസ് കോൺഗ്രസുകളിൽ ശാസ്ത്രജ്ഞരാണോ അവരുടെ വേഷമിട്ട വർഗീയ പുനരുജ്ജീവനവാദക്കാരാണോ എത്തുന്നതെന്നത് പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ശാസ്ത്രം പഠിച്ച ആളുകളെ കൊണ്ട് തന്നെ അശാസ്ത്രീയത പ്രചരിപ്പിക്കാനുള്ള വേദിയായി ദേശീയ സയൻസ് കോൺഗ്രസ് മാറിയെന്നത് രാജ്യത്തെ സ്നേഹിക്കുന്നവർ എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിന് നമ്മളാൽ കഴിയും വിധമുള്ള കാര്യങ്ങൾ ചെയ്ത് കേരളം മുന്നോട്ടു പോവുക എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. 2050ഓടെ കേരളത്തെ കാർബൺ ന്യൂട്രലാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നടക്കുന്ന ഈ കാലത്ത് അതിനെതിരെ ശാസ്ത്രീയതയിലൂന്നിയ ചെറുത്തുനിൽപ്പ് നടത്തുന്നു എന്നതാണ് ഈ സയൻസ് കോൺഗ്രസിൻ്റെ മറ്റൊരു പ്രാധാന്യം. ശാസ്ത്രവും അന്ധവിശ്വാസവും തമ്മിലുള്ള അതിർവരമ്പുകൾ ഇല്ലാതാകുന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ അടുത്ത് ഒരു IITയുടെ ഡയറക്ടർ നടത്തിയ പ്രസംഗം. ശാസ്ത്രവിരുദ്ധത പ്രചരിപ്പിക്കുന്ന തരത്തിൽ ആണ് അദ്ദേഹം സംസാരിച്ചത്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവർ ഇത്തരം സ്യൂഡോ സയൻസ് പ്രചരിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഇന്നൊരു നിത്യസംഭവമായി മാറിയിരിക്കുന്നു. എന്തിനേറെ ശാസ്ത്രവികാസത്തിനായുള്ള നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫണ്ട് പോലും കേരള സംസ്ഥാന യുവശാസ്ത്ര പുരസ്കാരത്തിനും മുഖ്യമന്ത്രിയുടെ ഗോൾഡ് മെഡലിനും അർഹരായ ഡോക്ടർ വൃന്ദ മുകുന്ദൻ, ഡോക്ടർ VS ഹരീഷ് എന്നിവർക്ക് ശാസ്ത്ര കോൺഗ്രസ് വേദിയിൽ മുഖ്യമന്ത്രി പുരസ്കാരം സമ്മാനിച്ചു. റവന്യൂ മന്ത്രി K രാജൻ വിശിഷ്ടാതിഥിയായിരുന്നു. ചടങ്ങിൽ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രൊഫസർ KP സുധീർ അധ്യക്ഷത വഹിച്ചു. 2023 കേരള ശാസ്ത്ര പുരസ്കാരം ISRO മുൻ ചെയർമാൻ S സോമനാഥിന് നൽകുമെന്ന്
ശാസ്ത്ര കോൺഗ്രസ് വേദിയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. സമയവും വേദിയും പിന്നീട് തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ജനങ്ങൾക്ക് പ്രതീക്ഷയുടെ കണിക പോലും സമ്മാനിക്കാത്തതാണ് സംസ്ഥാന ബജറ്റെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. ബജറ്റിന്റെ പ്രസക്തി പോലും സർക്കാർ നഷ്ടപ്പെടുത്തുകയാണെന്നും ബൽറാം പറഞ്ഞു. ഓങ്ങല്ലൂരിൽ കോൺഗ്രസ് പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച VK ഇമ്പച്ചി മുഹമ്മദ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബൽറാം. പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി തന്റെ സമ്പത്തിന്റെ വലിയൊരു ഭാഗം ചെലവഴിച്ച വ്യക്തിയാണ് VK ഇമ്പച്ചി മുഹമ്മദ്. കോൺഗ്രസ് പ്രസ്ഥാനത്തെ അദ്ദേഹം അതിരറ്റ് സ്നേഹിച്ചിരുന്നതായും VT ബൽറാം പറഞ്ഞു. ബജറ്റിന്റെ വില കളയുന്നതാണ് കേരള ബജറ്റ്. യഥാർത്ഥത്തിൽ ബജറ്റുകളുടെ പ്രസക്തി തന്നെ LDF സർക്കാർ നഷ്ടപ്പെടുത്തുകയാണെന്നും ബൽറാം കുറ്റപ്പെടുത്തി. നമ്മളൊക്കെ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കിയിരുന്നതാണ്. 2500 ആക്കിയില്ലെങ്കിലും 1600 എന്നുള്ളത് ഒരു 100 രൂപയെങ്കിലും കൂട്ടുമായിരുന്നുവെങ്കിൽ ആരെങ്കിലും ആശ്വസിക്കാമായിരുന്നു. പക്ഷെ അതുണ്ടാവുന്നില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ബജറ്റ് പ്രഖ്യാപനങ്ങളിലെ ഏതാണ്ട് 60% വെട്ടിക്കുറവിന് വിധേയമാക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വർഷവും പഞ്ചായത്തുകൾക്ക് ഏതാണ്ട് 15,000 ചില്ലാൻ കോടി രൂപ ബജറ്റിലൂടെ നൽകുമെന്നുള്ള പ്രഖ്യാപനമുണ്ട്. പക്ഷെ കഴിഞ്ഞ തവണ ബജറ്റിലൂടെ പ്രഖ്യാപിക്കപ്പെട്ട തുക എത്ര ശതമാനമാണ് പഞ്ചായത്തുകൾക്ക് കിട്ടിയത് എന്ന് ചോദിച്ചാൽ ജനപ്രതിനിധികൾ അടക്കം ഈ വേദിയിലടക്കമുണ്ട്. 1ാം ഗഡു കിട്ടി, 2ാം ഗഡു സെപ്റ്റംബർ മാസത്തിലൊക്കെ നൽകേണ്ടത് ജനുവരി മാസത്തിലാണ് നൽകുന്നത്. ഓങ്ങല്ലൂർ സെൻട്രലിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് EP യൂസഫ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA CP മുഹമ്മദ്, VK ഇമ്പച്ചി മുഹമ്മദ് അനുസ്മരണ പ്രഭാഷണം നടത്തി. KPCC അംഗം റിയാസ് മുക്കോളി, PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, C സംഗീത, P രൂപേഷ്, P രാമദാസ് മാസ്റ്റർ, EK മുഹമ്മദ് കുട്ടി ഹാജി, അസീസ് പട്ടാമ്പി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. എയ്ഡഡ് സ്കൂൾ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഷൊർണൂർ ആറാണിയിൽ ആരംഭിച്ചു. P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സംസ്ഥാന കൗൺസിൽ മീറ്റിൽ നടക്കും. ശനിയാഴ്ച രാവിലെ സമ്മേളന നഗരിയിൽ സംസ്ഥാന പ്രസിഡന്റ് A രാജേഷ് കുമാർ പതാക ഉയർത്തി. P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. A രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ മനോജ് ജോസ് സ്വാഗതം പറഞ്ഞു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, പട്ടാമ്പി നഗരസഭാ കൗൺസിലർ സാജിദ്, സംഘടനാ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി D ഹരികുമാർ, ജതീന്ദ്രൻ കുന്നോത്ത്, VP മൂന്നാസ്, GP പ്രശോഭ് കൃഷ്ണൻ, EM ഹരി, സൺഷൈൻ, VR ഷിബു, VK റഹീം, രവിശർമ്മൻ, VS അനിൽകുമാർ, വഹാബ് കുന്നിക്കോട്, KTA ജബ്ബാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വല്ലപ്പുഴയിൽ വീട്ടമ്മയുടെ സ്വർണ്ണമാല മോഷ്ടിച്ച കേസിലെ പ്രതി പട്ടാമ്പി പോലീസിന്റെ പിടിയിൽ. വളാഞ്ചേരി സ്വദേശി സൽമാനാണ് അറസ്റ്റിലായത്. മുതുതല പറക്കാട് നിന്നും MDMA-യുമായി ഒരാൾ പിടിയിൽ. 1.23 ഗ്രാം MDMA ആണ് പിടികൂടിയത്. ജനുവരി 30 വൈകിട്ട് വല്ലപ്പുഴ ചെറുകോട് വെച്ചാണ് യുവതിയുടെ സ്വർണ്ണമാല മോഷണം പോയത്. ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതി വളാഞ്ചേരി സ്വദേശി സൽമാനാണ് പട്ടാമ്പി പോലീസിന്റെ പിടിയിലായത്. കൂട്ടുപ്രതിയായ മുഹമ്മദ് ഹാരിസിനെ പിടികൂടാനുണ്ട്. ഇയാൾ ഒളിവിലാണെന്നും ഉടൻ പിടികൂടുമെന്നും പോലീസ് പറഞ്ഞു. പ്രതി സൽമാൻ മുൻപ് മോഷ്ടിച്ച ഒരു ബൈക്കും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നും ഇയാളെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കിയതായും SI മണികണ്ഠൻ പറഞ്ഞു. നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള അനൂപ് അല്ലെങ്കിൽ സൽമാൻ എന്ന് പറയുന്ന വളാഞ്ചേരി സ്വദേശിയെ അറസ്റ്റ് ചെയ്തു. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൂട്ടുപ്രതിയായിട്ടുള്ള മുഹമ്മദ് ഡാനിഷ് എന്ന് പറയുന്ന ആളെ കൂടെ അറസ്റ്റ് ചെയ്യാനുണ്ട്. അക്കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ മാല റിക്കവറി കിട്ടിയിട്ടില്ല. കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂട്ടുപ്രതിയോടെ കിട്ടുന്ന അടിസ്ഥാനത്തിലാണ് ബാക്കി കാര്യങ്ങൾ ഉണ്ടാവുക. മാരകമയക്കുമരുന്നായ MDMA-യുമായി ഒരാൾ പിടിയിലായി. വാഹന പരിശോധനയ്ക്കിടെ പറക്കാട് നിന്നും ഓട്ടോയിൽ കടത്തിക്കൊണ്ടുപോകുകയായിരുന്ന 1.23 ഗ്രാം MDMA-യാണ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൊപ്പം മണ്ണേങ്കോട് സ്വദേശി 46 വയസ്സുള്ള
മമ്മുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഷൊർണൂർ ഡിവൈഎസ്പിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം പട്ടാമ്പി CI പത്മരാജൻ, SI മണികണ്ഠൻ, പ്രൊബേഷൻ SI ശ്രീരാഗ്, ജയകുമാർ, ബിജുമോൻ എന്നിവരടങ്ങുന്ന സംഘമാണ് ഇരു പ്രതികളെയും പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. റെയിൽവേ പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ 8.5 കിലോ കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. ട്രെയിൻ മാർഗം കഞ്ചാവ് കടത്തുന്നത് വ്യാപകമായി പിടികൂടുന്നുണ്ടെങ്കിലും കടത്തുകാരെ പിടികൂടാനാകാത്തതാണ് പോലീസ് നേരിടുന്ന പ്രതിസന്ധി. ദാദറിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് പോവുകയായിരുന്ന ട്രെയിനിന്റെ ജനറൽ കോച്ചിൽ നടത്തിയ പരിശോധനയിലാണ് ബാഗിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയത്. ട്രെയിൻ മാർഗമുള്ള കഞ്ചാവ് കടത്ത് വർദ്ധിക്കുന്നുണ്ടെന്നും വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്നും ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യു പറഞ്ഞു. ഏകദേശം ഒരു 8.5 കിലോളം കഞ്ചാവ് ഇന്നത്തെ ദിവസം കണ്ടെടുക്കാൻ പറ്റി. മുന്നിലുള്ള ജനറൽ കോച്ചിലാണ് ഇത് സൂക്ഷിക്കുന്ന ഒരു ബാഗിലാണ് ഉണ്ടായിരുന്നത്. ഇത് ഇത്രയെങ്കിലും ഒരു 8.5 കിലോ ഒരു മാസത്തിൽ നമ്മളൊരു 10-30 കിലോളം നമ്മൾ പിടിച്ചെടുക്കുന്നുണ്ട്. ഈ പിടിച്ചെടുക്കുന്ന കഞ്ചാവ് ഇത്രയെങ്കിലും സമൂഹത്തിൽ എത്താതെ തടയുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ 50 കിലോയിലധികം കഞ്ചാവാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടികൂടിയത്. വ്യാപകമായി കഞ്ചാവ് പിടികൂടുന്നുണ്ടെങ്കിലും കഞ്ചാവ് കടത്തുന്നവരെ കണ്ടെത്താൻ കഴിയാത്തതാണ് ഇപ്പോൾ പോലീസ് നേരിടുന്ന പ്രധാന പ്രതിസന്ധി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലത്തൂർ MP കെ രാധാകൃഷ്ണന്റെ വീട് സന്ദർശിച്ചു. കെ രാധാകൃഷ്ണന്റെ അമ്മയുടെ നിര്യാണത്തെ തുടർന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ സന്ദർശനം. തൃശൂരിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ മാർഗമാണ് ചേലക്കരയിൽ എത്തിയത്. കെ രാധാകൃഷ്ണന്റെ മാതാവിന്റെ നിര്യാണത്തെ തുടർന്നായിരുന്നു സന്ദർശനം. 10 മിനിറ്റ് നേരം MP-യുടെ വീട്ടിൽ മുഖ്യമന്ത്രി ചിലവഴിച്ചു. കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. ചേലക്കര MLA UR പ്രദീപും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കെ രാധാകൃഷ്ണന്റെ അമ്മ അന്തരിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂരിൽ ചികിത്സയിൽ കഴിയുന്ന CPM സംസ്ഥാന കമ്മിറ്റി അംഗം ബേബി ജോൺ മാസ്റ്ററെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. തൃശൂർ സൺ ആശുപത്രിയിലാണ് ബേബി ജോൺ മാസ്റ്റർ ചികിത്സയിൽ കഴിയുന്നത്. ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ പ്രതാപ് വർക്കി മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു. 20 മിനിറ്റോളം ആശുപത്രിയിൽ ചെലവഴിച്ച മുഖ്യമന്ത്രി ഡോക്ടർമാരോട് ബേബി ജോൺ മാസ്റ്ററുടെ അസുഖവിവരങ്ങൾ ആരാഞ്ഞ ശേഷമാണ് മടങ്ങിയത്. ICUവിലായിരുന്ന ബേബി ജോൺ മാസ്റ്ററുടെ ആരോഗ്യനില ഭേദമായതിനെ തുടർന്ന് മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ജനുവരി 12-നാണ് ബേബി ജോൺ മാസ്റ്ററെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി നേർച്ചയ്ക്ക് വിപുലമായ ഒരുക്കങ്ങൾ. നിയമം കർശനമായി പാലിക്കുമെന്നും സുരക്ഷയിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്നും പോലീസ് അറിയിച്ചു. 60ഓളം ആനകൾ നേർച്ചയിലെ ഗജമേളയ്ക്കെത്തും. മതസൗഹാർദ്ദത്തിന്റെ നേർക്കാഴ്ചയാണ് പട്ടാമ്പി നേർച്ച. 111 വർഷമായി പിന്തുടർന്നു പോരുന്ന പാരമ്പര്യം. ജാതി, വർഗ, വർണ്ണ, രാഷ്ട്രീയ ഭേദമില്ലാതെ ദേശക്കാരാകെ ഒത്തൊരുമിച്ച് ആഘോഷിക്കുന്ന നേർച്ചയെ വരവേൽക്കുന്നതിന് വിപുലമായ ഒരുക്കങ്ങളാണ് പൂർത്തീകരിച്ചത്. വിദേശികളടക്കം 10,000-ങ്ങൾ ഒഴുകിയെത്തുന്ന നാടിന്റെ ഉത്സവമായി പട്ടാമ്പി നേർച്ച മാറിക്കഴിഞ്ഞു. 2 ദിവസത്തെ ആഘോഷമാണ് നടക്കുന്നത്. ഇതിനായി കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. 9-ാം തീയതിയാണ് കൊടിയേറ്റം. അതുപോലെ തന്നെ നഗരപ്രദക്ഷിണം, മതസൗഹാർദ്ദ നഗരപ്രദക്ഷിണ ഘോഷയാത്ര നടക്കുന്നുണ്ട്. ഏതാണ്ട് 80ഓളം ഗജവീരന്മാർ അണിനിരക്കുന്ന പട്ടാമ്പി നേർച്ച കേരളത്തിലെ നേർച്ചകളിൽ വളരെ പ്രധാനപ്പെട്ട നേർച്ചയാണ്. മതസൗഹാർദ്ദത്തിന് പേര് കേട്ട വള്ളുവനാടൻ തനിമ ഉൾക്കൊള്ളുന്ന ഉത്സവമാണ് പട്ടാമ്പി നേർച്ച. നയനമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന പട്ടാമ്പി നേർച്ചയ്ക്കൊപ്പം ഉല്ലസിക്കാൻ അമ്യൂസ്മെന്റ് പാർക്കും എക്സിബിഷനും ഉൾപ്പെടെ ഒരുങ്ങിക്കഴിഞ്ഞു. ക്രമസമാധാന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും നിയമലംഘനങ്ങൾക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു. സുരക്ഷയുടെ ഭാഗമായി പട്ടാമ്പി നഗരത്തിലാകെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഉത്സവം ഇൻഷൂർ ചെയ്യാനും തീരുമാനമുണ്ട്. പട്ടാമ്പി 111 നേർച്ചയ്ക്ക് പങ്കെടുക്കുന്ന 45 പരം ഉപഹാസ കമ്മിറ്റികളും അതിൽ കൂടുതൽ ആനകളും അതിലുപരി എക്സിബിഷൻ പരിപാടി തുടങ്ങാറായി. നാളെ മുതൽ അത് ഓപ്പണിംഗ് ആണ്. പിന്നെ ഗാനമേള ഉണ്ടാവും. അതേപോലെ ഒപ്പന, ദഫുമുട്ട്, പല പരിപാടികളും ഇപ്രാവശ്യം പട്ടാമ്പി നേർച്ചയ്ക്ക് ഒരു മുതൽക്കൂട്ടാവും. നല്ല രീതിയിൽ കമ്മിറ്റിക്കാർ എല്ലാ പരിപാടിയും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. 45ഓളം ഉപ ആഘോഷ കമ്മിറ്റികളുടെ
60-ലധികം ഗജവീരന്മാർ എത്തുന്നതോടെ പട്ടാമ്പി ആന നഗരമായി മാറും. ആവേശം അലതല്ലി നടക്കുന്ന ഘോഷയാത്രയോടെ പട്ടാമ്പിക്കാരുടെ ഒരു കൊല്ലത്തെ കാത്തിരിപ്പിന് പരിസമാപ്തിയാകും. 112ാം നേർച്ചാഘോഷത്തിനുള്ള തയ്യാറെടുപ്പിലാവും പിന്നീട് പട്ടാമ്പിക്കാർ. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പട്ടാമ്പി നേർച്ചയോടനുബന്ധിച്ച് ഞായറാഴ്ച ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. രാവിലെ 10 മണി മുതൽ രാത്രി 9:30 വരെയാണ് ക്രമീകരണമെന്ന് പട്ടാമ്പി പോലീസ് അറിയിച്ചു. പട്ടാമ്പി നേർച്ചയോടനുബന്ധിച്ച് 9 രാവിലെ 10 മണി മുതൽ രാത്രി 9:30 വരെയാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പെരിന്തൽമണ്ണ ഭാഗത്തു നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ തൃത്താല കൊപ്പം ഭാഗത്തു നിന്ന് മുതുതല വെള്ളിയാങ്കല്ല് വഴി ഗുരുവായൂർ ഭാഗത്തേക്ക് പോകണം. വളാഞ്ചേരി പെരിന്തൽമണ്ണ ഭാഗത്തു നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കൊപ്പം ഭാഗത്തു നിന്ന് മുളയൻകാവ് വല്ലപ്പുഴ വഴി പാലക്കാട് ഭാഗത്തേക്ക് പോവേണ്ടതാണ്. പാലക്കാട്ട് നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് പോകുന്ന വാഹനങ്ങൾ കുളപ്പുള്ളി ഭാഗത്തു നിന്ന് കൈലിയാട് മുളയൻകാവ് വല്ലപ്പുഴ വഴിയാണ് പോകേണ്ടത്. പാലക്കാട്ട് നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്കുള്ള വണ്ടികൾ കുളപ്പുള്ളി ഭാഗത്തു നിന്ന് ചെറുതുരുത്തി പള്ളം കൂട്ടുപാത വഴി ഗുരുവായൂർ ഭാഗത്തേക്ക് പോകേണ്ടതാണ്. ഗുരുവായൂരിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള വാഹനങ്ങൾ കൂട്ടുപാത വഴി ചെറുതുരുത്തി പള്ളം റൂട്ടിലൂടെ പാലക്കാട്ടേക്ക് പോകേണ്ടതാണ്. ഗുരുവായൂരിൽ നിന്ന് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കൂറ്റനാട്ട് നിന്ന് തൃത്താല വെള്ളിയാങ്കല്ല് വഴിയാണ് പോകേണ്ടത്. പട്ടാമ്പി മെയിൻ റോഡിലൂടെ 9 രാവിലെ 10 മണി മുതൽ രാത്രി 9:30 വരെ യാതൊരു കാരണവശാലും വാഹനങ്ങൾ കടന്നുപോകാൻ അനുവദിക്കുന്നതല്ലെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പട്ടാമ്പി നേർച്ചയോടനുബന്ധിച്ച് ഞാങ്ങാട്ടിരി ടീം മേക്കാടൻ വിപുലമായ ആഘോഷങ്ങൾ തുടങ്ങി. 3 ദിവസത്തെ പ്രാദേശിക ആഘോഷമാണ് ടീം മേക്കാടൻ ഒരുക്കിയിട്ടുള്ളത്. ടീം മേക്കാടന്റെ ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഞാങ്ങാട്ടിരിയിൽ വോയിസ് ഓഫ് പാലക്കാട്, CPR ബാൻഡ് മൂവാറ്റുപുഴ എന്നീ ടീമുകളുടെ സംയുക്ത ബാൻഡ് വാദ്യം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ നടന്നു. ഗസൽ കാവാലി ടീമിന്റെ ഗാനസന്ധ്യയുമുണ്ടായി. ഇശൽ മറിയ ടീം അവതരിപ്പിക്കുന്ന അർബന, സ്റ്റിക് ഡാൻസ്, സൂഫി ഡാൻസ്, ദഫ് എന്നിവയും നടക്കും. ഞായറാഴ്ച 100 കണക്കിന് ചെറുപ്പക്കാർ അണിനിരക്കുന്ന ഘോഷയാത്രയും സംഘടിപ്പിക്കും. ആനയുടെയും ബാൻഡ് വാദ്യത്തിന്റെയും അകമ്പടിയോടെയായിരിക്കും ഘോഷയാത്രയെന്ന് സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മുള്ളൂർക്കര റെയിൽവേ ഗേറ്റ് യന്ത്രത്തകരാർ മൂലം തുറക്കാനാകാത്തതിനെ തുടർന്ന് അടഞ്ഞുകിടന്നു. വാഹനയാത്രക്കാരെ ഇത് ഏറെ വലച്ചു. 100 കണക്കിന് വാഹനങ്ങൾ ഗേറ്റിന്റെ ഇരുവശത്തും 1 മണിക്കൂറോളം കുടുങ്ങിക്കിടന്നു. ബസ്സുകൾ റൂട്ട് മാറ്റി ഓടേണ്ടി വന്നു. ശനിയാഴ്ച രാവിലെ 9:30 ആയിരുന്നു ഗേറ്റ് അടഞ്ഞുകിടന്നത്. പിന്നീട് റെയിൽവേ ഉദ്യോഗസ്ഥർ എത്തി 10:35 തുറന്നെങ്കിലും ട്രെയിൻ വരാൻ അടച്ചതുമൂലം വീണ്ടും വാഹന നിരകൾ നീണ്ടു. ഇത് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കി. 1 മണിക്കൂറിന് ഏകദേശം അടുത്ത് വരികയാണ് ഗേറ്റ് അടച്ചിട്ട്. 3ാമത്തെ വണ്ടിയാണ് പോകാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഗേറ്റ് ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട് പറഞ്ഞു കേട്ടു. പക്ഷേ ഇപ്പം 3 വണ്ടിയായി പോയിട്ടും ജനങ്ങളുടെ കാണുന്ന മുഴുവൻ ഇവിടെ നിൽക്കുകയാണ്. മിക്ക സമയത്ത് ഇവിടുത്തെ അവസ്ഥ ഇത് തന്നെയാണ്. മുള്ളൂർക്കര ഗേറ്റിൻ്റെ അവസ്ഥ അധിക സമയത്ത് തന്നെയാണ് നമ്മൾ അനുഭവപ്പെടുന്നത്. ഇത് ഇന്നൊന്നല്ല, എന്നുള്ള പരിപാടി ഇടയ്ക്കിടയ്ക്ക് കേടാണ്. ഈ ഗേറ്റ് പോയാൽ തന്നെയാണ് ജനങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യം വളരെ കഷ്ടമാണ്. രോഗികളായാലും ശരി, ആശുപത്രി കേസായാലും എന്ത് കേസായാലും ശരി, വളഞ്ഞ വഴിക്ക് ഈ വഴിക്ക് ചെറുവഴിക്ക് പോകാം, ഈ വഴിക്ക് പറക്കാനും കിട്ടും. ഇത് 2-3 കിലോമീറ്റർ വളഞ്ഞു പോകുന്നത് മാത്രം. കേരള സ്റ്റേറ്റ് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് അസോസിയേഷൻ രാഗമാലിക 2K25 സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം LSN GHSSൽ നടന്ന പ്രീ പ്രൈമറി അധ്യാപകരുടെ ജില്ലാ കലോത്സവം കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന സമ്മേളനത്തിൽ KSPPTA ജില്ലാ പ്രസിഡന്റ് ലീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി, സ്വാഗത സംഘം ചെയർമാൻ S കൃഷ്ണദാസ്, ജനറൽ കൺവീനർ K പ്രഭാകരൻ, KSTA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ MR മഹേഷ് കുമാർ, L ഉമാമഹേശ്വരി, ജില്ലാ നിർവാഹക സമിതി അംഗം PM വെങ്കിടേശ്വരൻ, സബ് ജില്ലാ പ്രസിഡന്റ് സുജീഷ്, KSPPTA സംസ്ഥാന നിർവാഹക സമിതി അംഗം K ലീല, ജില്ലാ സെക്രട്ടറി P രാധിക, ട്രഷറർ V സുമതി എന്നിവർ സംസാരിച്ചു. ആ പ്രധാന മാഷാണ് ഒറ്റപ്പാലത്ത് നിങ്ങളുടെ ഈ കലാമേള നടത്തുന്നതിന് നേതൃത്വം കൊടുത്ത ആൾ. അദ്ദേഹം
ദിവസങ്ങളായിട്ട് ഈ മേള വിജയകരമായി നടത്തുന്നതിന് നല്ല രീതിയിൽ അധ്വാനിക്കുന്നുണ്ട്. കൂടെ വെങ്കടേശ്വര മാഷുമുണ്ട്, ഒറ്റപ്പാലം സബ് ജില്ലാ കമ്മിറ്റിയുമുണ്ട്. ഒറ്റപ്പാലത്ത് നേതൃത്വം കൊടുക്കുന്ന പ്രഭാകര മാഷ് ആത്മാഭിമാനത്തോടെയാണ് ഈ സർവീസിൽ നിന്നും പടിയിറങ്ങുന്നത്. കലോത്സവം, സ്കൂൾ കലോത്സവം നടത്തി വിജയിപ്പിച്ചിട്ടുണ്ട്. പ്രീ പ്രൈമറി അധ്യാപക കലോത്സവം നടത്തി വിജയിപ്പിക്കും. അതിന് മാഷിന്റെ അഭിനന്ദനം കൂടെ കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനം. 10 ഇനങ്ങളിലായി 350ഓളം പ്രീ പ്രൈമറി അധ്യാപകർ മത്സരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരളത്തിൽ ബ്ലേഡ് മാഫിയ വീണ്ടും പിടിമുറുക്കുകയാണെന്ന് ജനകീയ ഐക്യവേദി. ബ്ലേഡ് മാഫിയയുടെ ഭീഷണി മൂലം ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണെന്ന് പാലക്കാട്ട് നടന്ന ഐക്യവേദി കൺവെൻഷൻ ചൂണ്ടിക്കാട്ടി. ബ്ലേഡ് മാഫിയയുടെ ഭീഷണി മൂലം ആത്മഹത്യ ചെയ്യുന്നവരിൽ ലോകത്ത് 3-ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയിൽ 3-ാം സ്ഥാനം കേരളത്തിനാണെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത ജനകീയ ഐക്യവേദി പ്രസിഡന്റ് ഷൈജു ചൂണ്ടിക്കാട്ടി. നീതിപാലകരുടെയും രാഷ്ട്രീയ ഉന്നതരുടെയും കൂട്ടുകെട്ടിലാണ് ബ്ലേഡ് മാഫിയ അക്രമം അഴിച്ചുവിടുന്നതെന്നും ഷൈജു ആരോപിച്ചു. ഒരു വർഷം മരിക്കുന്നതെങ്കിൽ ലോകത്തൊട്ടാകെ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് 7,20,000 പേരാണ്. ഈ 7,20,000 പേരിൽ നമുക്ക് ഇന്ത്യക്ക് മരണങ്ങളുടെ എണ്ണത്തിൽ 3-ാം സ്ഥാനത്താണ് ലോകത്തിൽ. അതേപോലെ തന്നെ ഇന്ത്യയിലെ മരണങ്ങളുടെ എണ്ണത്തിൽ 3-ാം സ്ഥാനമാണ് കേരളത്തിൽ. ഈ കൊച്ചു കേരളത്തിൽ ഈ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് പാലക്കാട് ജില്ലയിൽ ഇത്തരമൊരു വേദി സംഘടിപ്പിക്കാൻ ഇവിടുത്തെ ജനകീയ ഐക്യവേദിയുടെ പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള ഷൈബ മുരളീദാസും ദിലീപ് ചിറ്റൂരും തയ്യാറായിട്ടുണ്ട്. ജനകീയ ഐക്യവേദി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ദിലീപ് ചിറ്റൂർ അധ്യക്ഷത വഹിച്ചു. നിഹാരിക മുഖ്യപ്രഭാഷണം നടത്തി. ഷൈബ മുരളീദാസ്, നൌഫിയ നസീർ, രഘുനാഥ്, അക്ഷയ, രാമചന്ദ്രൻ, ഡോക്ടർ എബി, പ്രതീഷ്, മനു പൊൽപ്പുള്ളി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അരനൂറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് ഒടുവിൽ മണ്ണൂർ പുല്ലോണ്ടി കുളത്തിന് ശാപമോക്ഷമാകുന്നു. കുളം നവീകരിക്കാൻ ബജറ്റിൽ 1 കോടി രൂപ വകയിരുത്തിയ സന്തോഷം പങ്കിട്ട് കർഷകരും നാട്ടുകാരും. മങ്കര NS ഹാളിന് പിറകുവശത്തായിട്ടാണ് കാട് മൂടി കുളം കിടക്കുന്നത്. 1.5 ഏക്കറോളം വ്യാപ്തിയുള്ള കുളം പുല്ലും കാടും നിറഞ്ഞ് കുളം തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. 4 മാസങ്ങൾക്ക് മുൻപാണ് കുളത്തിന്റെ അവസ്ഥ ചൂണ്ടിക്കാട്ടി STV വാർത്തയാക്കിയിരുന്നു. 10 വർഷം മുൻപ് വരെ പ്രദേശത്തുകാർ ഇവിടെ കുളിക്കാനും അലക്കാനും എത്തിയിരുന്നു. ഈ സാങ്ഷനായ ടെൻഡെന്ന് കണ്ടു. പക്ഷേ ആ പൈസ കൊണ്ട് വേഗം തന്നെ ഇവിടെ ഈ കുളവും അതിന് പരിസരങ്ങളും വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇവിടെ ആളുകൾക്ക് വന്ന് കുളിക്കുവാനും മറ്റുള്ള ജലസേചന സൗകര്യം ഉൾപ്പെടുത്തുവാനും സാധിക്കും. കാരണം ഇതിനു മുമ്പ് പണ്ട് കാലത്ത് ഈ കുളത്തിൽ പല ഇടത്തിൽ നിന്നും വേനൽക്കാലമായ എവിടെയും വെള്ളമില്ല. ഈ കുളത്തിൽ നിന്ന് വെള്ളം ഉപയോഗിച്ചാണ് പല മങ്കര, കണ്ണമ്പുരാരം, വെള്ളറോഡ്, പിന്നെ പേഴുകാട്, അതായത് പിന്നെ അഞ്ചുമൂർത്തി, ഇവിടെ നിന്നുള്ള ആളുകൾ വന്ന് കുളിച്ചു പോയിക്കൊണ്ടിരുന്നത്. കാടുയർന്നതോടെ കുളിക്കുവാനായി ആരും വരാറില്ല. പ്രദേശത്തെ കാർഷിക മേഖലയ്ക്കും കുളത്തിലെ വെള്ളമായിരുന്നു ആശ്രയം. ഉപയോഗശൂന്യമായി കാട് പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ച് പഞ്ചായത്ത് വികസന സമിതിയിലും അതുപോലെ തന്നെ എല്ലാ മീറ്റിങ്ങുകളിലും നമ്മളും പറയാറുണ്ട് കർഷകരായിട്ട്. എന്തായാലും എപ്പോഴെങ്കിലും അതിനൊരു പരിഹാരം ഉണ്ടാകുന്നു എന്നറിഞ്ഞതിൽ ഇവിടെയുള്ള ആളുകളെല്ലാം വളരെ സന്തുഷ്ടരാണ്. മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അനിത, വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ എന്നിവർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി MLAക്ക് നിവേദനം നൽകിയതിനെ തുടർന്നാണ് ബജറ്റിൽ ഉൾപ്പെടുത്താനിടയായത്. കുളം നവീകരിച്ച് ചുറ്റും നടപ്പാത നിർമ്മിച്ച് നീന്തൽ പരിശീലന കുളമാക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് S അനിതയും വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥനും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. നട്ടുപിടിപ്പിച്ച കരിമ്പന തൈകൾ തീപിടുത്തത്തിൽ നിന്നും സംരക്ഷിക്കാൻ ജാഗ്രതയിലാണ് കല്ലൂർ ബാലൻ. തീപിടിക്കാൻ സാധ്യതയുള്ള പുൽക്കാടുകൾ വെട്ടിമാറ്റുന്ന തിരക്കിലാണ് വനമിത്ര അവാർഡ് ജേതാവ് കൂടിയായ കല്ലൂർ ബാലൻ. പറളിയിൽ നിന്നുള്ള ഒരു വാർത്തയിലേക്ക്. കരിമ്പന നാടിന്റെ പ്രതാപം തിരിച്ചുപിടിക്കാൻ വനമിത്ര അവാർഡ് ജേതാവ് കല്ലൂർ ബാലൻ കച്ചകെട്ടിയിറങ്ങിയിരിക്കുകയാണ്. ജില്ലയിലെ മേഖലകളിലും പുറംപോക്ക് സ്ഥലങ്ങളിലും വ്യാപകമായി കരിമ്പനകൾ നട്ടുപിടിപ്പിക്കൽ യജ്ഞവുമായി ഏറ്റെടുത്തിരിക്കുകയാണ് കല്ലൂർ ബാലൻ. ബാലിന്റെ കരിമ്പന യജ്ഞത്തിന് സർവ്വ പിന്തുണയും സഹായവുമായി
പ്രവാസി വ്യവസായിയും ഇറാൻ ഗ്രൂപ്പ് MD-യുമായ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദും ഒപ്പമുണ്ട്. ജില്ലയിലൊട്ടാകെ 10 ലക്ഷം തൈകൾ നട്ടുപിടിപ്പിക്കാനാണ് പദ്ധതി. ഇക്കഴിഞ്ഞ മഴക്കാലത്തും അതിനു മുമ്പും നട്ടുപിടിപ്പിച്ച കരിമ്പന തൈകൾ തീപിടുത്തത്തിൽ നിന്നും രക്ഷിക്കാൻ കല്ലൂർ ബാലൻ ജാഗ്രതയോടെ പ്രവർത്തനനിരതനാണ്. തീ പടരാൻ സാധ്യതയുള്ള പുൽക്കാടുകൾ കരിമ്പന തൈകളുടെ ചുവട്ടിൽ നിന്നും വെട്ടിമാറ്റുന്ന തിരക്കിലാണ് ഇദ്ദേഹം. അയ്യർമല, ചുടിയൻമല തുടങ്ങി ജില്ലയിലെ എല്ലായിടങ്ങളിലും കരിമ്പനകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ശക്തമായ വെയിലുണക്കം ബാധിച്ച തൈകൾക്ക് വെള്ളമൊഴിച്ച് രക്ഷപ്പെടുന്നതിനും ബാലൻ നേതൃത്വം നൽകുന്നു. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായുള്ള കേരളത്തിൻ്റെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടി 1 കോടി വൃക്ഷം നട്ട് ഭൂമിയെ തളിർപ്പിക്കാനുള്ള ലക്ഷ്യമായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അതിൻ്റെ ഇടയിൽ 10 ലക്ഷം കരിമ്പനകൾ മാത്രമാണ് ഉള്ളത്. കരിമ്പനകളുടെ ചെലവ് സ്പോൺസർ ചെയ്ത് സിദ്ദീഖ് അഹമ്മദ് എന്ന ഒരു വലിയ വ്യവസായിയാണ്. ഇറാൻ മോട്ടോഴ്സിൻ്റെ സിദ്ദീഖ് അഹമ്മദ് സാറാണ് ഈ 10 ലക്ഷം കരിമ്പനകൾക്ക് വേണ്ട സാമ്പത്തിക സഹായം ചെയ്തു തരുന്നു. വാഹനം തന്നിട്ടുണ്ട്, തൈകൾ തന്നിട്ടുണ്ട്, അങ്ങനെ പോകുന്നു. മരം നടുക മാത്രമല്ല, അതിന് സംരക്ഷിക്കാനാണ് ഏറെ ബുദ്ധിമുട്ടും സമയവും ചെലവഴിക്കുന്നത്. വേനൽക്കാലങ്ങൾ തീ പിടിച്ച് കത്തി നശിച്ചു പോകാറുണ്ട്. അതിനിപ്പോൾ സംരക്ഷിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ ഞാൻ. മാത്രമല്ല കുടിവെള്ളം കൊടുക്കണം ചെടികൾക്ക്, അങ്ങനെ വലിയ തിരക്കിലാണ് പെട്ട് കിടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. അമ്പലപ്പാറ ചെറുമുണ്ടശ്ശേരി AUP സ്കൂൾ 78ാം വാർഷികം ആഘോഷിച്ചു. ഒരു പകൽ നീണ്ടുനിന്ന ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. സ്കൂൾ വാർഷികാഘോഷം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് കാസിം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സുജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് മഞ്ജു സ്വാഗതം പറഞ്ഞു. MPTA പ്രസിഡന്റ് രേഷ്മ ആശംസാ പ്രസംഗം നടത്തി. അധ്യാപകൻ പ്രകാശ് നന്ദി പറഞ്ഞു. സബ് ജില്ലാതല മേളകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഓങ്ങല്ലൂർ ശ്രീ കടപ്പറമ്പത്തുകാവ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കല്ലൂർ മനക്കൽ കുമാരസ്വാമി നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഓങ്ങല്ലൂർ ശ്രീ കടപ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് ശനിയാഴ്ച പ്രതിഷ്ഠാദിനം വിവിധ പരിപാടികളോടുകൂടി ആഘോഷിച്ചത്. രാവിലെ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ കല്ലൂർ മനക്കൽ കുമാരസ്വാമി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിവിധ ചടങ്ങുകൾ നടന്നു. നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്ര ദർശനത്തിനായി എത്തിയിരുന്നു. ഫെബ്രുവരി 6 ആരംഭിച്ച ആഘോഷ പരിപാടികളാണ് 8 ശനിയാഴ്ച സമാപിച്ചത്.
ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. കൊടല്ലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ദ്രവ്യകലശവും പ്രതിഷ്ഠാദിന മഹോത്സവവും നടന്നു. നാമജപ പ്രദക്ഷിണത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കൊടലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വിശേഷ ചടങ്ങുകളോടെയാണ് ദ്രവ്യകലശവും ദോഷപരിഹാര ക്രിയകളും നടന്നത്. ഇതോടൊപ്പം പ്രതിഷ്ഠാദിന മഹോത്സവവും നടന്നു. ക്ഷേത്രം തന്ത്രി കാലടി പടിഞ്ഞാറേടത്ത് മന ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രാങ്കണത്തിൽ കേളി അരങ്ങേറി. നാമജപ ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. 3 ദിവസങ്ങളിലായി നടന്നുവന്ന ചടങ്ങുകൾക്ക് ഇതോടെ സമാപനമായി. ഭക്തർക്ക് പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. മുള്ളൂർക്കര കാഞ്ഞിരശ്ശേരി മഖാം ഷരീഫിലെ 2 ദിവസം നീണ്ടുനിന്ന ആണ്ട് നേർച്ചയ്ക്ക് സമാപനമായി. നേർച്ചയോടനുബന്ധിച്ച് മഹാ അന്നദാനം ഉണ്ടായിരുന്നു. തൃശൂർ ജില്ലയിലെ അതിപുരാതന ജുമാ മസ്ജിദുകളിൽ ഒന്നായ കാഞ്ഞിരശ്ശേരി മഹല്ല് ജുമാ മസ്ജിദ് അങ്കണത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മക്കാജി തങ്ങൾ, ഇമ്പിച്ചി കോയ തങ്ങൾ, മുഹമ്മദ് ഷരീഫ് സ്വാലിഖ് തങ്ങൾ എന്നീ മഹാന്മാരുടെ ആണ്ട് നേർച്ചയ്ക്കാണ് സമാപനം കുറിച്ചത്. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് മൗലീദ് പാരായണവും തുടർന്ന് മഹാ അന്നദാനവും ഉണ്ടായിരുന്നു. ജാതി മതഭേദമന്യേ നിരവധി ആളുകൾ അന്നദാനത്തിൽ പങ്കെടുത്തു. സയ്യിദ് MP കുഞ്ഞിക്കോയ തങ്ങൾ, സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങൾ, ആറ്റക്കോയ തങ്ങൾ, MP അയ്യൂബ് ഹസ്നി, OM ബഷീർ മൗലവി, മുസമ്മിൽ സുഹരി, അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ എന്നിവർ ആത്മീയ മജ്ലിസുകൾക്ക് നേതൃത്വം നൽകി. വളരെ പ്രധാനമായും ഇസ്ലാമികമായിട്ടുള്ള നിബന്ധനകൾ പാലിച്ചുകൊണ്ട് അതിൻ്റെ ആശയാദർശങ്ങൾ മാത്രം പുറപ്പെടുപ്പിച്ചുകൊണ്ടുള്ള മജ്ലിസുകളിലൂടെ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അന്നദാനത്തോടു കൂടെയാണ് നേരത്തെ 2 ദിവസങ്ങളിലായി ഇപ്പോൾ നടന്നു വരുന്നത്. കുറേ കാലങ്ങളായി ഇത് മുടക്കം വരാതെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം മഹല്ല് പ്രസിഡന്റ് KK മരക്കാർ കൊടിയേറ്റം നടത്തി. ഖത്തീബ് ജനറൽ സെക്രട്ടറി AA സൈനുദ്ദീൻ, ട്രഷറർ KM കോയക്കുട്ടി, വൈസ് പ്രസിഡന്റുമാരായ PA വീരാൻകുട്ടി മുസ്ലിയാർ, KP സുലൈമാൻ, ജോയിന്റ് സെക്രട്ടറിമാരായ KM ഷംസുദ്ദീൻ, KU നിഷാദ് തുടങ്ങിയ കമ്മിറ്റിക്കാർ, മഹല്ല് യൂത്ത് ഫെഡറേഷൻ, SKSSF കൂടാതെ SBV യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. പറളി ഓടന്നൂർ മുണ്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കതിർ വേല ഉത്സവത്തിന്റെ പന്തലിന്റെ കാൽനാട്ടൽ കർമ്മം ഭക്തിനിർഭരമായ ചടങ്ങിൽ നടന്നു. ഫെബ്രുവരി 28 വെള്ളിയാഴ്ചയാണ് കതിർവേല. കാൽനാട്ടൽ ചടങ്ങിന് ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് M വാസുദേവൻ, സെക്രട്ടറി VR രമേഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. കല്ലൂർ കല്ലമ്പാക്ക ഭഗവതി ക്ഷേത്രത്തിലെ മാർച്ച് 7 മുതൽ 14 വരെ നടക്കുന്ന ദേശവേല മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശന ചടങ്ങ് നടന്നു. വാദ്യകുലപതി കല്ലൂർ രാമൻകുട്ടി മാരാർ, വാദ്യ പ്രവീൺ കല്ലൂർ നാരായണൻകുട്ടി ആശാന് നോട്ടീസ് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. ചടങ്ങിൽ ക്ഷേത്രസമിതി പ്രസിഡന്റ് MK വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. ശിവാനന്ദൻ, MK സത്യനാരായണൻ, P ബാബു, രവി നെല്ലിക്കാട്, K മണികണ്ഠൻ, MV രമേശ്, PA രതീഷ് കുമാർ, പ്രേമൻ, M വിജയകുമാരി, ധന്യ മുരളി, CP സഹദേവൻ, V മുരളീധരൻ, AM അനിൽദാസ്, AK രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മാർച്ച് 7 മുതൽ 14 വരെ ദിവസവും വിവിധ പരിപാടികൾ നടക്കും. മാർച്ച് 7 വേലക്കൂറയിടൽ നടക്കുക. 8 രാത്രി ഭജനാമൃതം, 9 കൈകൊട്ടിക്കളി, 10 നാദലയ തരംഗം, 11 കൈകൊട്ടിക്കളി, 12 കരോക്കെ ഗാനമേള, 13 ബാലെ, 14 ദേശവേലയോടെ സമാപനമാകുമെന്ന് പ്രസിഡന്റ് MK വാസുദേവൻ പറഞ്ഞു. വേല കൂറിയിട്ടുകൊണ്ട് തുടങ്ങി 14-ാം തീയതി ദേശവേലയോട് കൂടിയിട്ട് വിവിധ പരിപാടികളോട് കൂടിയിട്ട് ആഘോഷിക്കുകയാണ്. ഈ വേലാഘോഷത്തിൻ്റെ ഇടയിൽ ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായിട്ടുള്ള പ്രതിഷ്ഠാദിന മഹോത്സവം 11-12 തീയതികളിൽ, മാർച്ച് 11-12 തീയതികളിൽ നടക്കുകയാണ്. വളരെ ഭാരിച്ച ഉത്തരവാദിത്വവും അതുപോലെ തന്നെ സാമ്പത്തിക ചെലവും ഉള്ളൊരു ആഘോഷ പരിപാടികൾ. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്ര കമ്മിറ്റിയുടെയും മാതൃസമിതിയുടെയും ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള സഹായങ്ങളും സഹകരണങ്ങളും നൽകുവാനും നാട്ടിലെ ഓരോ നല്ലവരായ നാട്ടുകാരും അതുപോലെ തന്നെ ഭക്തജനങ്ങളും തയ്യാറാവണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒറ്റപ്പാലം NSS കോളേജിലെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കൂട്ടായ്മയായ സഹയാത്രികർ ലിറ്റററി ഫെസ്റ്റ് സംഘടിപ്പിക്കും.
9 രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 വരെ കണ്ണിയമ്പുറം പിഷാരഡീസ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടികളെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എഴുത്തുകാരുടെ സംഗമവും സഹയാത്രികരും എന്ന പേരിലാണ് ലിറ്റററി ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. 9 രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെയാണ് പരിപാടി. ഒറ്റപ്പാലം കോളേജിൽ 1968 മുതൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും ചേരുന്ന കൂട്ടായ്മയാണ് സഹയാത്രികർ. കലാലയത്തിൽ നിന്ന് ആരംഭിക്കുന്ന യാത്രയിൽ പ്രായലിംഗ വീക്ഷണ വിശ്വാസഭേദമില്ലാത്ത ആളുകളുടെ പാരസ്പര്യം മാത്രമാണ് സഹയാത്രികരെ ഒന്നിച്ചു നിർത്തുന്നത്. വർഷത്തിലൊരിക്കൽ ഒത്തുചേരുന്ന കൂട്ടായ്മ 2 വർഷം മുമ്പാണ് സഹയാത്രികർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. കലാലയത്തിൽ പഠിച്ചുപോയവർക്കും പഠിപ്പിച്ചവർക്കും ഒത്തുചേരാനുള്ള വേദിയൊരുക്കുക എന്നതാണ് സംഗമത്തിൻ്റെ പ്രധാന ലക്ഷ്യം. 68 മുതൽ നാളിതുവരെ കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള 50-ലേറെ വിദ്യാർത്ഥികളെയും 10ഓളം അധ്യാപകരെയും കണ്ടെത്തിയിട്ടുണ്ട്. അവരെ പങ്കെടുപ്പിച്ച് അവരുടെ കൃതികൾ പ്രദർശിപ്പിക്കും. ഒറ്റപ്പാലത്ത് പ്രകാശനം ചെയ്യാത്ത കൃതികൾ സംഗമത്തിൽ പ്രകാശനം ചെയ്യും. പരമാവധി കൃതികൾ ശേഖരിക്കുകയും അവ പിന്നീട് ഒറ്റപ്പാലം NSS കോളേജ് ലൈബ്രറിയിലേക്ക് സംഭാവന നൽകാനുമാണ് തീരുമാനം. ആഭിമുഖ്യത്തിലാണ് ഈ വരുന്ന 9-ാം തീയതി ഒറ്റപ്പാലം പിഷാരഡീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് പുസ്തക രചയിതാക്കളുടെയും ആസ്വാദകരുടെയും ഈ സംഗമം നടക്കുന്നത്. ഇത് ഒറ്റപ്പാലം കോളേജിൽ നിന്ന് ജന്മമെടുത്ത ഒരു കൂട്ടായ്മയാണ്. അതിന് നേതൃത്വം അതിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായി പ്രവർത്തിക്കുന്ന ഒറ്റപ്പാലം കോളേജിലെ ദീർഘകാലം അധ്യാപകനായിരുന്ന കുട്ടികൾക്ക് പ്രിയപ്പെട്ടവരായിരുന്ന ശ്രീ ഗോവിന്ദൻകുട്ടി സാറാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇത് ആരംഭിച്ചത്. പിന്നീട് അത് വിപുലീകരിച്ച് ഒറ്റപ്പാലത്തിൻ്റെ കൂട്ടായ്മയായിട്ട് ഇപ്പോൾ പരിണമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കൂട്ടായ്മയിൽ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഒറ്റപ്പാലം കോളേജിൽ പ്രധാനമായിട്ടും ഒറ്റപ്പാലത്ത് പൊതുവായിട്ടും പുസ്തകങ്ങൾ എഴുതുന്ന ആളുകളെ ഒറ്റപ്പാലത്തുകാരുടെ മുന്നിൽ പരിചയപ്പെടുത്തുക എന്നതാണ് ഈ കൂട്ടായ്മയിലൂടെ ഉദ്ദേശിക്കുന്നത്. പ്രൊഫസർ ഗോവിന്ദൻകുട്ടി കർത്ത, കെ രാമദാസ്, ശ്രീജ പ്രകാശ്, TP പ്രദീപ് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാറ്റൊലി. സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായമാണ് ഇന്ന് മാറ്റൊലി ആരായുന്നത്. കാണാം പ്രതികരണങ്ങളിലേക്ക്. മലയാളികൾക്ക് ഏറെ പ്രയോജനകരമായിട്ടുള്ള ഒരു ബഡ്ജറ്റായിട്ടാണ് പൊതുജനം ഈ ബഡ്ജറ്റിനെ വീക്ഷിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ 4.5 വർഷക്കാലമായിട്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുവിധ കേന്ദ്ര സഹായങ്ങളും ഫെഡറൽ തത്വമനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് വീതം വയ്ക്കാതിരിക്കുന്ന സമയത്ത് തനത് വിഭവശേഷി പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കേരളം തനതായ ഒരു സാമ്പത്തിക ബദൽ ഈ ബഡ്ജറ്റിലൂടെ രൂപം കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് ഇത്രയും വലിയ പ്രകൃതി ദുരന്തം വയനാട് ഉണ്ടായിട്ട് ഒരു ചില്ലിക്കാശ് പോലും കേന്ദ്ര സർക്കാർ ഈ സംസ്ഥാന സർക്കാരിന് കൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അത് തരണം ചെയ്യാനായി പ്ലാൻ B ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്തെ ബഹുമാന്യനായ ധനകാര്യമന്ത്രി അതിനു വേണ്ടിയിട്ടുള്ള പാക്കേജ് അനുവദിക്കുകയുണ്ടായി. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു തുറമുഖമായി വികസിക്കാൻ പോകുന്ന വിഴിഞ്ഞം തുറമുഖം, അതിൻ്റെ വിപുലീകരണത്തിന് ഒരു പൈസ തരാൻ പോലും കേന്ദ്ര സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിൽ വിഴിഞ്ഞം തുറമുഖം ഏറ്റവും വലിയൊരു ഹബ്ബാക്കി മാറ്റാനായിട്ട് വലിയ തുക ബഡ്ജറ്റിൽ നിന്ന് മാറ്റിവെച്ചിരിക്കുകയാണ്. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നിലവിലുള്ള സാമൂഹ്യക്ഷേമ പെൻഷൻ 3 മാസം കുടിശ്ശികയുള്ളത് ഏപ്രിൽ മാസത്തോടെ കൊടുത്തു തീർക്കുന്നതിനും അതിനുശേഷം സംസ്ഥാന സർക്കാരിൻ്റെ വിഭവശേഷി അനുസരിച്ച് കൂടുതൽ ക്ഷേമ പെൻഷൻ അനുവദിക്കുന്ന കാര്യം ചർച്ചയ്ക്കെടുക്കാമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. അന്ധവിശ്വാസങ്ങളെ ശാസ്ത്രത്തിനുമേൽ പ്രതിഷ്ഠിക്കാനുള്ള ബോധപൂർവ ശ്രമമാണ് ഇന്ന് രാജ്യത്ത് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് തൃശൂർ വെള്ളാനിക്കര കാർഷിക സർവകലാശാല ആസ്ഥാനത്ത് തുടക്കം. മുഖ്യമന്ത്രി ശാസ്ത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തത് ഡിജിറ്റൽ വിളക്ക് തെളിയിച്ചു. ജനങ്ങൾക്ക് പ്രതീക്ഷയുടെ കണിക പോലും നൽകാത്തതാണ് സംസ്ഥാന ബജറ്റെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. ബജറ്റിന്റെ പ്രസക്തി തന്നെ ഇടതു സർക്കാർ നഷ്ടപ്പെടുത്തി.
ഓങ്ങല്ലൂരിൽ കോൺഗ്രസ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ VK ഇമ്പിച്ചി മുഹമ്മദ് അനുസ്മരണം. എയ്ഡഡ് സ്കൂൾ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഷൊർണൂർ ആറാണിയിൽ. ഒറ്റപ്പാലത്തെ പ്രീ പ്രൈമറി അധ്യാപകരുടെ ജില്ലാ കലോത്സവം. രാഗമാലിക സംഘടിപ്പിച്ചത് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് അസോസിയേഷൻ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. ട്രെയിനിൽ 8.5 കിലോ കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. വല്ലപ്പുഴയിൽ വീട്ടമ്മയുടെ സ്വർണ്ണമാല മോഷ്ടിച്ച കേസിലെ പ്രതി പട്ടാമ്പി പോലീസിന്റെ പിടിയിൽ. മുതുതല പറക്കോട് MDMA-യുമായി ഒരാൾ അറസ്റ്റ്. കേരളത്തിൽ ബ്ലേഡ് മാഫിയ വീണ്ടും പിടിമുറുക്കുകയാണെന്ന് ജനകീയ ഐക്യവേദി. ഏറ്റവും കൂടുതൽ ഇരകൾ പാലക്കാട് ജില്ലയിൽ. പാലക്കാട്ട് ജനകീയ ഐക്യവേദി കൺവെൻഷൻ. കൊള്ളപ്പലിശ സംഘങ്ങളെ അമർച്ച ചെയ്യാൻ നടപടി വേണമെന്ന് സംഘടനാ ഭാരവാഹികൾ. പട്ടാമ്പി നേർച്ചയ്ക്ക് വിപുലമായ ഒരുക്കങ്ങൾ. നഗരത്തിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ. ഞായറാഴ്ച പട്ടാമ്പിയിൽ ഗതാഗത നിയന്ത്രണം. നഗരപ്രദേശം CCTV നിരീക്ഷണത്തിൽ. വിവിധ ഉപകമ്മിറ്റികളുടെ ആഘോഷ പരിപാടികൾ തുടങ്ങി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.